ഓണാഘോഷത്തിന് തിരുവനന്തപുരം കനകക്കുന്നിലെ വിശിഷ്ട അതിഥികളാണ് ഇവരൊക്കെ. മനുഷ്യരുമായി ഇണങ്ങുന്ന ഇത്തരം അപൂർവ ജീവികൾ എന്നും കൗതുകകരമാണ്. കാഴ്ചകൾ കാണുക എന്നും നിങ്ങളോടൊപ്പം ഇഫക്ട് ന്യൂസ്. എന്തെങ്കിലും അത് കൊത്തിയിട്ടുണ്ടോ ജീവിതത്തിൽ? എപ്പോഴെങ്കിലും അത് കൊത്തിയിട്ടുണ്ടോ? ഈ സാധനം അതിൻ്റെ തല കാണാൻ പറ്റുമോ? തല ഇതിനകത്തുണ്ട്. സംഭവം ആള് ചുരുണ്ടുകൂടി 20 രൂപയ്ക്കില്ലേ ഇതേ? 20 രൂപയ്ക്കില്ലേ ഇത്? ഇവിടെ ഇത് പെറ്റാണ്, കുഞ്ഞിലേ കൊണ്ട്. അങ്ങനെയാണല്ലേ? നമ്മളാണോ എൻ്റെ മാസ്റ്റർ? ഞാനല്ല. നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ ഇത് പിടിച്ചേക്കാം. എനിക്ക് ശീലമായി. അങ്ങനെ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഈ സംസാരിക്കില്ലല്ലോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഭയങ്കര കുണ്ടണിയാണ്. ഒന്നും പറയുന്നില്ലല്ലോ. ഇതിനും പറയിപ്പിച്ചേ. കോടിന്ന് പറയും. ഇത് നല്ല വൃത്തിയാണല്ലേ. ലക്കി അതിനാരെയൊക്കെ കാണുമ്പോ ഭയങ്കര ഇതാണ്. അടുത്തല്ലേ ഇരുപത് മണിക്കൂറാണ് ആളെ ഉറക്കം. 4 മണിക്കൂർ മാത്രമേ അത് ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. പക്ഷെ വിളിച്ചാൽ ഉണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ട ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഹാഫ് ഉറക്കമാണ്. പിന്നെ ഇവളും ഇതിന് നോൺ വെജ് ആണ്. ഇറച്ചി അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ആൾ നല്ല പെറ്റാണ് കേട്ടോ. ബാക്കിയത് കൈയിട്ടാത്തവരും കടിക്കത്തില്ല. അവിടെ ആർക്ക് വേണമെങ്കിൽ വന്നാലും എടുക്കുകയും ചെയ്യാം, കൈകാര്യം ചെയ്യാം. ഭയങ്കര പെറ്റാണ്. നല്ല ഭയങ്കര ആക്റ്റീവാണ് ആൾ. ആ 4 മണിക്കൂർ പേര് പെറിട്ടെന്ന് പറയും. ഈ രീതിയിൽ കാറ്റഗറിയിൽ വരും. ഇത് ഓസ്ട്രേലിയ. ഒരു ടീം കടിക്കുമായിരിക്കും. കടിക്കാൻ സാധ്യതയില്ല. നല്ല ബൈറ്റ് വോയിസിങ് ഏറ്റവും പറയാൻ റോഡ്വീലറിനെക്കാട്ട് കൂടുതലാണ് ആൾ. അഗ്രസീവാണ്. പക്ഷെ നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ച് ആൾ ഭയങ്കര കാമാണ്. ആർക്കാണോ കൊച്ചു പിള്ളേർക്ക് വരെ ഹാൻഡിൽ ചെയ്യാം. അതിന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്താൻ പോലെ ഇരിക്കും. ബാക്കി എങ്ങനെ ആയിരിക്കും. പക്ഷേ ഭയങ്കര അപകടകാരിയാണ്. പുതിയ വരെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാം. ആ രീതിയാണ് വരുന്നത്. പന്നിയൊക്കെ വേട്ടയിടാനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യണം. പക്ഷേ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. പക്ഷെ ആൾ കൊണ്ടിട്ട് പറയാം കൊച്ചു പിള്ളേർക്ക് വരെ ഹാൻഡിൽ ചെയ്യാം. വളർത്തുന്ന രീതിയിലാണ് വ്യത്യാസം. അങ്ങനെയാണ് ഏത് പറ്റി അഗ്രസീവ് ആവാൻ കാരണം. വളർത്തുന്ന രീതിയാണ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.